എല്ലാവർക്കും പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം. ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ സ്വാഗത പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട റൊമാൻസൺ പ്രിന്റിംഗ് പബ്ലിഷിംഗ് ഹൗസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോസ് മാത്യു റോമൻ സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളു. ബഹുമാന്യരായ വിശിഷ്ടാതിഥികൾ, നമ്മുടെ ഈ ചടങ്ങിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ ചടങ്ങിൻ്റെ അധ്യക്ഷനും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളത്തിലെ ഒരു എമേർജിംഗ് റൈറ്ററുമായിട്ടുള്ള ഡോക്ടർ മഞ്ജുനാഥ് പത്മകുമാർ ഞങ്ങളുടെ എല്ലാ പുസ്തകപ്രകാശന ചടങ്ങുകളിലും ഞങ്ങളുടെ സ്ഥിരം സാന്നിധ്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഏകദേശം 5 വർഷം പിന്നിട്ടുകൊണ്ടിരിക്കുന്ന റൊമാൻസൺ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ഹൗസിൻ്റെ വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തും കൂടിയാണ് അദ്ദേഹം. മാത്രമല്ല നമ്മുടെ പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ റൈറ്റേഴ്സ് വരുന്നോ അവർക്കെല്ലാം ഊർജ്ജവും ആവേശവും നൽകി അവരെ കൂടുതൽ എഴുത്തിലേക്ക് നയിക്കുന്നതിന് ഉള്ളൊരു പ്രേരക ശക്തി കൂടിയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും എല്ലാ സുഹൃത്താകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുമായി അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാ ആളുകളുടെയും സുഹൃത്തു കൂടിയാണ് അദ്ദേഹം ഒത്തിരിയേറെ തിരക്കുകളുണ്ടായിട്ട് ഞാൻ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചപ്പോൾ പ്രത്യേകിച്ച് സഞ്ജീവ് സാറിൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ സാറിനൊരു സഞ്ജീവ് സാർ മാത്രമല്ല, സഞ്ജീവ് സാറിൻ്റെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യരായിക്കോട്ടെ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കർമ്മപഥത്തിൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച എല്ലാ വിശിഷ്ട മഹത് വ്യക്തികളും. പക്ഷേ ഇതെല്ലാം വളരെ എത്ര വിശിഷ്ടമെന്ന് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഹമ്പിളായിട്ടുള്ള ഒരു വലിയ വലയമുണ്ട് അദ്ദേഹത്തിന്. അവരെല്ലാം ഞങ്ങളുടെ സമരത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ അധ്യക്ഷൻ്റെ കൂടി വലിയ സുഹൃത്തുക്കളാണ് അവരെല്ലാം. അദ്ദേഹം അതുപോലെ എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ എഴുത്തിൽ പ്രചോദിപ്പിക്കുന്ന ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ഡോക്ടർ മഞ്ജുനാഥ് പത്മകുമാർ സാറിനെ ആദരപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് അധ്യക്ഷനായി സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ഈ ബുക്കിൻ്റെ പ്ലേസ് നിർവഹിക്കുന്ന ഡോക്ടർ സി ഭാസ്കരൻ സാറ്, അദ്ദേഹം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഫോർമർ പ്രൊഫസറാണ്. വളരെ ആരാധനയോടെ കെ വി സഞ്ജീവ് സാറിനുള്ള ഒരു മഹത് വ്യക്തിത്വം കൂടെയാണ്. അദ്ദേഹത്തെയും ഏറെ ആദരപൂർവ്വം ഞാൻ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. അതുപോലെ തന്നെ ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്ന ഗിരിജ മാഡം, ഡോക്ടർ ഡി ഗിരിജ മാഡമുണ്ട്. എല്ലാവർക്കും സുപരിചിതരാണവർ. മാഡം ഈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഫോർമർ രജിസ്ട്രാർ കൂടിയാണ്. മാഡത്തെയും ഞാൻ ഏറെ ആദരപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊള്ളു. അതുപോലെ തന്നെ ഈ മനോഹരമായ പുസ്തകം, ഈ ഓർമ്മക്കുറിപ്പുകൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വളരെ സമ്പുഷ്ടമായ എഴുത്തിനാൽ ധന്യമാകപ്പെട്ടിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ റിവ്യൂ നടത്തുന്നത് ശ്രീ ജി സാജനാണ്. അദ്ദേഹം ദൂരദർശൻ്റെ പ്രോഗ്രാം ഹെഡായിരുന്നു. അദ്ദേഹത്തെയും ഏറെ ആദരപൂർവ്വം. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ സി തമ്പാൻ സാർ, സയൻറ്റിസ്റ്റാണ്, CPCRIയുടെ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് ഏറെ ആദരപൂർവ്വം ക്ഷണിച്ചു. കൂടാതെ ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ എബ്രഹാം ഷാജി ജോണുണ്ട്. അദ്ദേഹം നാഷണൽ JGS AAB പാർക്കിൻ്റെ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ ഞാൻ ഏറെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാത്തിനും ഉപരിയായിട്ട് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല.
കെ വി സഞ്ജീവ് സാറിനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ഈ ചടങ്ങിൽ നമ്മുടെ എൻ്റെയും അതുപോലെ തന്നെ സഞ്ജീവ് സാറിൻ്റെയും ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഞാൻ വളരെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ വളരെ മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ഡോക്യുമെൻ്ററി പ്രിപ്പയർ ചെയ്തിട്ടുള്ള നമ്മുടെ ആങ്കർ ചെയ്ത ടീമുണ്ട്. അതുപോലെ തന്നെ ക്യാമറ ചലിപ്പിച്ച ടീം എല്ലാ മെമ്പേഴ്സിനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു പോകുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ മനോഹരമായ വേദി ഒരുക്കി തന്ന ടെറസ് ഹോട്ടലിൻ്റെ GM ശ്രീ ജോണിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. കളരിത്തറ വത്സലൻ സഞ്ജീവ് എന്ന സഞ്ജീവ് സാറിൻ്റെ കെ വി സഞ്ജീവ് സാറിൻ്റെ പുതിയ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഈ പുസ്തകവുമായിട്ട് എങ്ങനെയാണ് എൻ്റെ ബന്ധം ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ സഞ്ജീവ് സാറിൻ്റെ ഇതപര്യന്തമുള്ള സാഹിത്യ പ്രവർത്തനങ്ങളുമായിട്ട് എൻ്റെ കൊച്ചു ജീവിതത്തിന് എങ്ങനെയാണ് ബന്ധപ്പെടാൻ കഴിഞ്ഞത് എന്ന് ഞാൻ ഒരു നിമിഷം ആലോചിച്ചപ്പോൾ എനിക്കതിൽ നിന്ന് ലഭിച്ച ഒരു മറുപടി അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വാക്കാണ് അഗ്രികൾച്ചർ. ആ അഗ്രികൾച്ചറിനകത്തൊരു കൾച്ചറുണ്ട്, സംസ്കാരമുണ്ട്. മഹാത്മാഗാന്ധി യങ് ഇന്ത്യ എന്ന് പറയുന്ന ആനുകാലികത്തിലൂടെ ചെറുപ്പക്കാരെ ഉദ്ബോധിപ്പിച്ചതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം ഏറ്റവും അധികം ഉപയോഗിച്ച വാക്ക് അഗ്രികൾച്ചർ എന്നുള്ള വാക്കാണ്. കാരണം നമ്മൾ ഗ്രാമങ്ങളിലേക്ക് മടങ്ങിപ്പോകണം, നമ്മൾ നഗരങ്ങളിലല്ല ജീവിക്കേണ്ടത്, ഗ്രാമങ്ങളിലേക്കാണ് മടങ്ങിപ്പോകേണ്ടത് എന്ന് പറയുന്ന അവസരത്തിലൊക്കെ ഗാന്ധിജി ആവർത്തിച്ച് ഉപയോഗിച്ച വാക്ക് അഗ്രികൾച്ചർ എന്നാണ്. അതിലെ അഗ്രി എന്നുള്ള വാക്ക് മാറ്റിയിട്ട് കൾച്ചർ മാത്രമായിട്ട് എടുക്കുമ്പോൾ എത്ര വിസ്തൃതമായ ഒരു സംസ്കാരത്തിൻ്റെ ഭൂതല വിസ്താരമാണ് മഹാഭാരതം പോലെ കിടക്കുന്ന നമ്മുടെ ഭാരതത്തിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് കഴിയും. അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം വരെയും സ്വാതന്ത്ര്യാനന്തര നെഹ്റുവിനോട്, പ്രധാനമന്ത്രിയായ നെഹ്റുവിനോട് അദ്ദേഹം അവസാനം പറഞ്ഞ വാക്കുകളിലൊന്ന് അഗ്രികൾച്ചറിനും കൂടായിരുന്നു. കാരണം നമ്മളുടെ രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതി ഇത്രയും ഫലപുഷ്ടമായി കിടക്കുന്ന അവസരത്തിൽ എങ്ങനെയാണ് നമുക്ക് അങ്ങനൊരു സംസ്കാരം, ഒരു കാർഷിക സംസ്കാരം കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ഗാന്ധിജി തൻ്റെ അവസാന കാലം വരെ സംസാരിച്ചത്. ആ ഒരു കൾച്ചറാണ് എന്നെയും സഞ്ജീവ് സാറിനെയും ഒക്കെ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു സാംസ്കാരികമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു അനുഭവ പശ്ചാത്തലം. ഇത് അദ്ദേഹത്തെ ആദ്യം കണ്ട കാലത്ത് തന്നെ ഞാൻ അദ്ദേഹത്തിനോട് അത് തുറന്ന് സംസാരിക്കുകയും ചെയ്തു. കാരണം അദ്ദേഹം ആദ്യത്തെ പുസ്തകം ഒരു കവിതാ സമാഹാരമാണ്. ആ കവിതയിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കവികളുടെ ഉള്ളിൽ അന്തരിന്ദ്രിയങ്ങളിൽ എരിഞ്ഞവരുന്ന ഒരു വിഷാദാത്മകത സ്വാഭാവികമായിട്ടുണ്ട്, എല്ലാ കവികൾക്കുമുണ്ട്. അത് ഈ സഞ്ജീവ് സാർ ചിരിച്ചുകൊണ്ട് വർത്താനം പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു വിഷാദാത്മകതയുടെ ഒരു അനുഭവം, അല്ലെങ്കിൽ ഒരു തിരശ്ശീല വീണ് കിടക്കുന്നത് പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ആദ്യ കവിതാ സമാഹാരം വായിച്ചപ്പോഴും എനിക്കത് ഫീൽ ചെയ്തു. കാരണം എല്ലാ ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യനുണ്ടെങ്കിൽ കൂടിയും ഔദ്യോഗികമായിട്ടും ഒക്കെയുള്ള പല തിരക്കുകളുണ്ടെങ്കിൽ പോലും അവനിൽ തന്നെ കണ്ടെത്തുന്ന ഒരു ഏകാന്തതയുണ്ട്, ഒരു ലോൺലെസ്. ആ ഏകാന്തതയിൽ അവൻ അഭിരമിക്കുമ്പോഴാണ് അവനിലെ കവിയും അവനിലെ ചിത്രകാരനും അവനിലെ നർത്തകനും അവനിലെ എഴുത്തുകാരനും ഒക്കെ ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രത്യക്ഷമാകുന്നത്. അങ്ങനെ ഏകാന്തതയിൽ നിന്ന് ഏകാന്തതയിലേക്കുള്ള സഞ്ചാര മാർഗങ്ങളിൽ നിന്നാണ് സഞ്ജീവ് സാറ് അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ തന്നെ കണ്ടിരുന്നത്. പല കവിതകളും വായിക്കുമ്പോൾ നമുക്ക് വളരെ ആഴത്തിൽ വേരോട്ടമുള്ള ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് തോന്നുന്നു. എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യം,
അപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കവി കുഞ്ഞിരാമൻ നായരാണ്. പിന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാട്. അപ്പോൾ വളരെ വ്യത്യസ്ത തലത്തിൽ നിൽക്കുന്ന എഴുത്തുകാരുടെ ഒരു കാവ്യ പ്രപഞ്ചത്തിലൂടെയാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് ഈ ബോണിയം എന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടത്തിലുള്ള പോപ്പ് സംഗീതത്തിനോട് വല്ലാത്തൊരു താല്പര്യം ഉണ്ടാകുന്നു. സാർത്തിനോടും കാമുവിനോടും കാഫ്ക തുടങ്ങിയിട്ടുള്ള വലിയ ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു അരാജകത്വത്തോളം തന്നെ എത്തുന്ന, അല്ലെങ്കിൽ ഒരു അരാജകത്തിൽ ജീവിക്കാൻ ധൈര്യപ്പെടുന്ന അത്തരമുള്ള ചില ജീവിതങ്ങളെ അടയാളപ്പെടുത്തുന്ന കൃതികൾ വായിക്കാൻ താല്പര്യപ്പെടുന്നു. അതെല്ലാം ഈ പുസ്തകത്തിൽ, ഇന്ന് പ്രകാശനം ചെയ്യുന്ന പുസ്തകത്തിൽ മെൻഷൻ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. ചില വരികളും കോട്ടിങ്ങും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ എവിടെയാണ് സഞ്ജീവ് സാറിനെ നമ്മൾ ഒന്ന് കോൺട്രി ചെയ്യേണ്ടത്, ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ എല്ലാ അനുഭവത്തിൻ്റെയും സത്താപരമായിട്ടുള്ള ഗുണവിശേഷങ്ങൾ ഒഴുകിക്കിടക്കുന്ന ഒരു സാംസ്കാരിക ബോധമാണ്, സാംസ്കാരികമായിട്ടുള്ള ഒരു അനുഭവതലമാണ് സഞ്ജീവ് സാറിൻ്റെ ഇതപര്യന്തമായിട്ടുള്ള രചനകളിലെല്ലാം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അതിനെ നമ്മൾ ഒരിടത്തേക്ക് നമ്മൾ കോൺട്രി ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഒരു എഴുത്തുകാരൻ്റെ കൃതികൾ